Welcome to today's class of mathematical logic. കഴിഞ്ഞ ക്ലാസ് റൂൾസ് ഓഫ് ഇൻഫറൻസസ് പഠിച്ചു. അതിലുള്ള റൂൾസ് എങ്ങനെയാണെന്നൊക്കെ നോക്കി. ഇനി ഇതിൽ one more problem we are going to do. Check the validity of the following argument. Ravi works hard. If Ravi works hard, then he is a dull boy. If Ravi is a dull boy, then he will not get the job. Then the conclusion is given by, therefore Ravi will not get the job, will not get the job, will not get the job. Then how will you do this problem? That is, first എന്ത് ചെയ്യണം? Ravi works hard. Then if Ravi works hard, then he is a dull boy. If Ravi is a dull boy, he will not get the job. And finally the conclusion is, Ravi will not get the job. First നമ്മൾക്ക് ഏതൊക്കെയാണ് ഇവിടെ prepositions എന്ന് find out ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ തൊട്ട് തന്നെ നോക്കാം. Ravi works hard. അതാണ് P ആയിട്ട് എന്തെടുക്കുക? Ravi works hard. Okay. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയ Q എന്തായിട്ട് എടുക്കണം? Ravi is a dull boy. Ravi is a dull boy. Ravi is a dull boy. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അടുത്തത് വേറെ ഏതാ പ്രപ്പോസിഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. Ravi will not get the job. PQR, that is Ravi will not get the job, will not get the job. Okay. Then how to convert this into symbolically? എങ്ങനെ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്താ? If Ravi works hard, then he is a dull boy. ഫസ്റ്റ് വൺ if P, then Ravi is a dull boy ആണ്. Then Q. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, if Ravi is a dull boy, Ravi is a dull boy എന്ന് പറഞ്ഞാൽ if Q, then എന്ത് കിട്ടി? He will not get the job. Ravi will not get the job. നമ്മൾക്ക് R എന്നുള്ളത് ചെയ്യേണ്ടത് will not get the job അല്ല, will get the job ആണ്. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ നമ്മൾ പ്രപ്പോസിഷൻസ് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ R എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? will not get the job എന്ന് എഴുതാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇതെന്ത് വരും? if Q, then എന്ത് കിട്ടി? he will not get the job ആണ്. സോ നെഗേഷൻ R ആണ്. ഇനി കൺക്ലൂഷനിൽ എന്ത് വരും? Ravi will not get the job ആണെങ്കിൽ നെഗേഷൻ R. Okay. So in total I can write it as, that is P, first one, Ravi works hard. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. Ravi works hard. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ദാറ്റ് ഇസ് P. P ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. പിന്നെയുള്ളത് P implies Q. സെക്കൻഡ് ഹൈപ്പോത്തസിന്റെ സെക്കൻഡ് വൺ H1 H2 ആണിത്. പിന്നെയുള്ളത് Q implies negation R. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹൈപ്പോത്തസിസ് പോർഷൻസിൽ വരുന്നത്. ഹൈപ്പോത്തസിസ്. ഇനി കൺക്ലൂഷനിൽ എന്താ വരുന്നത്? therefore എന്താ തന്നത്? negation R. This is actually conclusion. This is conclusion. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റെപ്പ് വൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് അതിൻ്റെ റീസൺ ടെക്സ്റ്റിൽ ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോത്തസിസ് ഒക്കെ നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് റൂൾസ് ഓഫ് ഇൻഫറൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ കൺക്ലൂഷൻ ട്രൂ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യാനുള്ളത്. Okay, hypothesis true ആണെങ്കിൽ നമ്മൾക്ക് കൺക്ലൂഷനും
ട്രൂ ആയിട്ട് തന്നെ നമ്മൾക്ക് വരണം. അപ്പം ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് റൂൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് ആയ ഇത് H1 ആണ്, ഇത് H2 ആണ്, ഇത് H3 ആണ്. ഇപ്പൊ H1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് P ഈസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് P ഈസ് ട്രൂ. ഫസ്റ്റ് ഇത് ഹൈപ്പോത്തിസിസ് ആണ്. P ട്രൂ ആണെന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് നെഗേഷൻ ആറിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല, കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റില്ല. സോ എന്തും കൂടി അവിടെ ചെയ്യുന്ന അസ്യൂം ചെയ്യുന്നു, P ഇംപ്ലൈസ് Qവും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. Pയും P ഇംപ്ലൈസ് Qവും ട്രൂ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടുന്ന് Q ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ഏത് റൂൾ വെച്ചിട്ടാണ് അറിയാം? ദാറ്റ് ഇസ് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്. ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? Q ഇസ് ട്രൂ ആണെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ അസംഷൻ ഇപ്പൊ Q ഇസ് ട്രൂ എന്നുണ്ട്. Q ട്രൂ ആണെന്നുള്ളത് കൊണ്ട് നമുക്ക് നെഗേഷൻ ആറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അടുത്ത ഹൈപ്പോത്തിസിസ് ഒന്നും കൂടി ബാക്കിയുണ്ട്. അപ്പൊ Q ഇംപ്ലൈസ് നെഗേഷൻ ആറ് ട്രൂ ആണെന്നും കൂടി അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? Q ഇസ് ട്രൂവും Q ഇംപ്ലൈസ് നെഗേഷൻ ആർ ഇസ് ട്രൂ. നമ്മൾക്ക് ഇവിടെ നേരത്തെ പോലെ P ഇസ് ട്രൂ, P ഇംപ്ലൈസ് Q ട്രൂ ആണെങ്കിൽ നമ്മൾക്ക് Q ട്രൂ ആണെന്ന് കിട്ടും. ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് വെച്ചിട്ട് നമ്മൾക്ക് എന്താ കിട്ടേണ്ടത്? നെഗേഷൻ ആറിലേക്കാണ് നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്ത് എത്തേണ്ടത്. അപ്പൊ Q ട്രൂ ആണെന്നും Q ഇംപ്ലൈസ് നെഗേഷൻ ആർ ട്രൂ ആണെന്നും അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? നെഗേഷൻ ആർ ഇസ് ട്രൂ ബൈ യൂസിങ് ദ സെയിം rule, that is law of detachment, using this 3 and 4. Law of detachment using this 3 and 4. Okay, അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി? ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി. നെഗേഷൻ ആർ ഇസ് ട്രൂ ആണെന്ന് കിട്ടി. സോ the above argument is therefore the above argument is valid. Above argument is valid. ഈ രീതിയിലാണ് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് എന്തൊക്കെയാ? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് പ്രപ്പോസിഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിന് സിംബോളിക്കലി ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്തു, അതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കി ഹൈപ്പോത്തിസിസ് കൺക്ലൂഷൻ എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റി, പിന്നെ ഹൈപ്പോത്തിസിൽ 1 by 1 അസ്യൂം ചെയ്തിട്ട് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഓരോന്നും അസ്യൂം ചെയ്ത് അതിൽ ഇൻഫറൻസ് റൂൾ ഓഫ് ഇൻഫറൻസ് അപ്ലൈ ചെയ്ത് നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തു. ഈ ക്വസ്റ്റ്യനിൽ നെഗേഷൻ ആറ് ട്രൂ ആണെന്ന് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടി. ഓക്കെ, so moving on to the next question, the second one. First one is I am either clever or lucky. Next statement, I am not lucky. I am not lucky. Next statement, if I am lucky, then I will win the lottery. I will win the lottery. ഇതില് ഏത് കൺക്ലൂഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കുറച്ചും കൂടി നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്താന്നുള്ളത് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. അല്ലാതെ ഇവിടെ കൺക്ലൂഷൻ തന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഉള്ളത് വാട്ട് റെലവൻറ്റ് conclusion can be drawn. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് രീതിയിൽ ചെയ്യും അതിനെ സൊല്യൂഷൻ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ത് ചെയ്യണം? അതിന്റെ പ്രപ്പോസിഷന് സ്റ്റേറ്റ്മെന്റ്സ് ഫോം ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഫോം ചെയ്യുമ്പോൾ പി എന്തായിട്ട് എടുക്കുക? I am clever.
ഓക്കെ, ക്യൂ എന്തായിട്ട് എടുക്കും? ഐ ആം ലക്കി. പിന്നെ ഐ ആം ലക്കി, ഐ വിൽ വിൻ ദ ലോട്ടറി ഉണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആർ എന്തെടുക്കും? ഐ വിൽ വിൻ ദ ലോട്ടറി. ഐ വിൽ വിൻ ദ ലോട്ടറി. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിന് ഹൈപ്പോത്തസിസിനെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഏത് രീതിയിലാവും? ഐ ആം ഐദർ ക്ലെവർ ഓർ ലക്കി. അപ്പൊ പി ഓർ ആർ വന്നു ഫസ്റ്റ് ഹൈപ്പോത്തസിസ്. ഐ ആം ലക്കി എന്നുള്ളത് എന്ത് വരും? ക്യൂ ആണ്. സോറി, ഐ ആം നോട്ട് ലക്കി ആണ്. അപ്പൊ എന്ത് വരും? നെഗേഷൻ ക്യൂ വന്നു. പിന്നെ എന്താ? ഇഫ് ഐ ആം ലക്കി ദെൻ ഐ വിൽ വിൻ ദ ലോട്ടറി. ഇഫ് ഐ ആം ലക്കി എന്നുണ്ടെങ്കിൽ ഇഫ് ക്യൂ ദെൻ ആർ. അപ്പൊ എന്ത് വന്നു? ക്യൂ ഇംപ്ലൈസ് ആർ കിട്ടി. ക്യൂ ഇംപ്ലൈസ് ആർ കിട്ടി. ഇതിനെ ഏത് രീതിയിൽ മാറ്റി എഴുതുന്നതാണ് നമ്മൾ നേരത്തെ അതേപോലെ തന്നെ ചെയ്യാണ്. സ്റ്റെപ്പ് അതിന്റെ റീസൺ. സ്റ്റെപ്പ് അതിന്റെ റീസൺ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് അസ്യൂം ചെയ്യും? പി ഓർ ക്യൂ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. പി ഓർ ക്യൂ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? പി ഓർ ക്യൂ ട്രൂ ആണെങ്കിൽ പി ഓർ ക്യൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി ഓർ ക്യൂസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. പിന്നെ എന്തും കൂടി അസ്യൂം ചെയ്യുന്നുണ്ട്? ദാറ്റ് ഇസ് നെഗേഷൻ ക്യൂസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി നമ്മൾക്ക് എന്തറിയാം? ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം അറിയാം. ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം അറിയാം. എന്താണ്? പി ഓർ ക്യൂ ട്രൂ ആണ്. നെഗേഷൻ പി ഓർ ക്യൂ നെഗേഷൻ പി ട്രൂ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റുമായിരുന്നു? ക്യൂ ഇസ് ട്രൂ ആണെന്നുള്ളതാണ് ഡിസ്ജങ്ക്റ്റീവ് സിലോജിസത്തിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. ദാറ്റ് ഇസ് ക്യൂ ഇസ് ട്രൂ. ക്യൂ ഇസ് ട്രൂ. ഇവിടെ പിയുടെ സ്ഥാനത്ത് ക്യൂ ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓർ ഇതായതുകൊണ്ട് പി ഓർ ക്യൂ. അപ്പൊ ക്യൂ ഓർ പി നെഗേഷൻ ക്യൂ ആ രീതിയിൽ വായിക്കാം. സോ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് പറയാൻ പറ്റും നമ്മൾക്ക്? കമ്പൈനിങ് ദിസ് എന്ത് റിസൾട്ട് കിട്ടും? നെഗേഷൻ പി ഓർ ക്യൂവും നെഗേഷൻ ക്യൂ ട്രൂവും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾക്ക് ഡിസ്ജങ്ക്റ്റീവ് സിലോജിസത്തിൽ കൂടി നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഇസ് പി ഈസ് ട്രൂ എന്നുള്ള അസംഷനിലേക്ക് പോവാം. പി ഈസ് ട്രൂ എന്ന് പറയാം. പി ഈസ് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ക്ലവർ. എന്തുകൊണ്ടാണ് അടുത്ത സെന്റൻസ് എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ട്രൂ ചെയ്ത് കഴിഞ്ഞാലും ക്യൂ ഇംപ്ലൈസ് ആറിന്റെ കൂടെ ഇവിടെ ഉള്ള ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ക്യൂ ഇംപ്ലൈസ് ആർ. അപ്പൊ അതിന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാല്യൂവും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പൊ ഏതൊക്കെ ലോസ് ആണ് ഇംപ്ലിക്കേഷനിൽ വരുന്നത്? ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് ഉണ്ട്, ലോ ഓഫ് കോൺട്രാപോസിറ്റീവ് ഉണ്ട്, പിന്നെ ഹൈപ്പോതെറ്റിക്കൽ സിലോജിസം ഉണ്ട്. ഈ മൂന്നെണ്ണത്തിലും നമ്മൾക്ക് എന്ത് വരുന്നില്ല? ക്യൂ ഇംപ്ലൈസ് ആറും ക്യൂവും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് ക്യൂ ഇംപ്ലൈസ് ആറും ക്യൂവും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്. ആ രീതിയിലുള്ള ഒരു അസംഷനേ ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ക്യൂ ഇംപ്ലൈസ് ആറിൽ നിന്ന് ഒരു വാല്യൂവും നമ്മൾക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾക്ക് എത്താൻ പറ്റുന്ന കൺക്ലൂഷൻ ആകെ ഐ ആം ക്ലവർ എന്നുള്ളത് മാത്രമാണ്. സോ ദിസ് ഇസ് എ ഫൈനൽ സൊല്യൂഷൻ. ഐ ആം ക്ലവർ ഈസ് എ കൺക്ലൂഷൻ. ഓക്കെ.